ഉർവശി ചേച്ചി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഒരു നടൻ്റെ നായികയിലുപരി ഒരു ഡയറക്ടറുടെ നായിക, ഡയറക്ടേഴ്സ് ആക്ട്രസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു അഭിനയിച്ച ചിത്രം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഉർവശി ചേച്ചീനെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുവരാൻ അല്ല മാക്സിമം യൂട്ടിലൈസ് ചെയ്ത ഒരു ഡയറക്ടർ ആരായിരിക്കാം അങ്ങനെ നോക്കുകയാണെങ്കിൽ? ഒരു ഡയറക്ടറും അല്ല, അന്നിപ്പം റെഗുലർ ഡയറക്ടേഴ്സായിട്ട് കുറച്ച് പേരുണ്ട്. അവർ തന്നെ ആയിരുന്നല്ലോ കൂടുതൽ സിനിമ ചെയ്തിരുന്നത്. ഇപ്പോൾ IB ശശി, PG വിശ്വപുരൻ, സത്യനന്ദിക്കാട്, ഹരൻ സാറിൻ്റെ സിനിമയിൽ മാത്രമേ ഉള്ളൂ എനിക്ക് അഭിനയിക്കാൻ പറ്റാത്ത ആ കൂട്ടത്തിൽ. കാരണം പല സമയത്തും അത് പ്ലാൻ ചെയ്തിട്ട് ഞാൻ വളരെ തിരക്ക് പിടിച്ച് ഓടി കിടക്കുന്ന സമയത്ത് പലപ്പോഴും ഹരൻ സാർ ഒരു പ്രാവശ്യം പ്ലാൻ ചെയ്തിട്ട് അതിൻ്റെ പ്ലാനിങ് ചിലപ്പോൾ നീണ്ടുപോകും. അങ്ങനെ ചെയ്യാൻ പറ്റാതെ ഇപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ് ഹരൻ സാർ. പക്ഷെ പടം ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഭരതനങ്ങളുണ്ട്, പത്മരാജനങ്ങളുണ്ട്, അങ്ങനെ എല്ലാവരുടെയും സിനിമകളിൽ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവരും ഒരുവിധം നല്ല ഡയറക്ടേഴ്സൊക്കെ നല്ല രീതിയിൽ തന്നെ ആണ് നല്ല ക്യാരക്ടേഴ്സൊക്കെ തന്നിരിക്കുന്നത്. പക്ഷേ എന്നെ വളരെ പേഴ്സണലായിട്ട് അറിയുകയും എന്നെ ആലോചിച്ച് ക്യാരക്ടേഴ്സ് എഴുതുകയും ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ വേണു നാഗവള്ളിയാണ്. അദ്ദേഹം വളരെ ചെറുപ്പം വരെ എന്നെ അറിയാവുന്നതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ കൗതുകമുള്ള ക്യാരക്ടേഴ്സിനൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ മാനറിസം വെച്ച് ക്യാരക്ടേഴ്സ് എഴുതാൻ മേടിച്ചിട്ട് അറിയാവോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഏത് ക്യാരക്ടർ നോക്കിയാലും ഇപ്പോൾ ആട്ടവും ചെയ്തിട്ടില്ല ഞാൻ, പിന്നെ കിഴക്കുണരും പക്ഷിയും ചെയ്തിട്ടില്ല. പക്ഷെ അതുപോലും ആട്ടോ പോലും എന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ എഴുതിയിട്ടുള്ള റോളാണ്. അത് ഞാൻ മിസ് ചെയ്താൽ മേടിച്ചിട്ട് ക്ഷമിക്കാത്ത ഒരാളായിരുന്നു. അത്രയും ഫ്രീഡം ഉണ്ടായിരുന്നു. അതുപോലെ സത്യേട്ടൻ്റെ സിനിമകളിൽ മറ്റാരും കാണാത്ത പ്രത്യേക ക്വാളിറ്റിയൊക്കെ സത്യേട്ടൻ ദീർഘവീക്ഷണത്തോടുകൂടി കാണുകയും ഇപ്പോൾ തലയണമന്ത്രമായാലും പൊന്മുട്ടയിടുന്ന താറാവായാലും ആ ക്യാരക്ടേഴ്സിനെ അങ്ങനെ തന്നെ ചെയ്യും. ഒട്ടും നെഗറ്റീവ് തോന്നാതെ അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയൊരു ഡയറക്ടറാണ്. പിന്നെ റീ എൻട്രി അച്ചുവിൻ്റെ അമ്മയിൽ കൂടെ വന്നപ്പോഴും അപ്പോൾ അങ്ങനെ ചില ഡയറക്ടേഴ്സ്, അതുപോലെ തന്നെ സുരേഷ് ഉണ്ണിത്താൻ, കുറേ ഡയറക്ടേഴ്സ് ഉണ്ട്, ഒരാളെ എന്നല്ല ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ടെന്ന്. അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സായിട്ട് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ IB ശശിയുടെ ചിത്രങ്ങളെന്ന് പറയുന്നത് അതൊരു ലെജൻഡാണ് അദ്ദേഹത്തിൻ്റെ. അന്ന് മലയാള സിനിമയിലുള്ള എല്ലാ അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകളും അതിനകത്തുണ്ടാവും. ഇല്ലാത്തവരാരും ഉണ്ടാവില്ല, പുതിയ ആൾക്കാരും ഉണ്ടാവും. പക്ഷെ അവർ ഓരോരുത്തരെയും കഥാപാത്രങ്ങളായിട്ട് ആ സിനിമയെ തിരിച്ചറിയുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മാത്രം പ്രത്യേകതയായിരുന്നു. നമുക്ക് ചെയ്യുന്ന റോളെന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചറിയും. ഒരു ജാഥയുടെ നടുക്ക് നിൽക്കുന്ന ഒരു യൂണിയൻ നേതാവായിട്ടൊരു ചെറിയ ആർട്ടിസ്റ്റാണ് ചെയ്യുന്നതെങ്കിൽ ആ സീനിൻ്റെ ഹീറോ അയാളായിരിക്കും. മറ്റുള്ള ഹീറോസിൽ നിന്നുകൊണ്ട് ഇദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഡയലോഗ് അങ്ങോട്ട് കൊടുക്കുക, ആ ഏർപ്പാടൊന്നുമില്ല. അങ്ങനത്തെ ഒരു ഇതുമില്ല. സ്ക്രിപ്റ്റിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന റൈറ്റർ എഴുതി വെച്ചിരിക്കുന്ന ആ സീനിൽ ആ യൂണിയൻ നേതാവ് അത് അറിയപ്പെടാത്ത ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ അയാൾ തന്നെ പറയും ഹീറോ ഇപ്പോഴത്തെ ഏത് വലിയ സ്റ്റാർ ആയാലും ഹീറോ മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത്, റിയാക്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ആ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതും കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. വർത്തമാനകാലം അദ്ദേഹം ചെയ്ത സിനിമയാണ്. എൻ്റെ പ്രായത്തിനൊന്നും ഒട്ടും മെച്യൂരിറ്റി ഇല്ലാത്ത സമയത്ത് ഒരു സിനിമയുടെ ഒരു ഫുൾ ലെങ്ത് വർത്തമാനകാലം എന്ന് പറഞ്ഞ സിനിമ പണ്ട് ഒരു പെണ്ണിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഷീലാമ്മ ചെയ്ത ഒരു റോളിൻ്റെ ഒരു ആവർത്തിയായിരുന്നു അത്. അപ്പം അങ്ങനത്തെ സിനിമകൾ വരെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു പ്രത്യേക ഡയറക്ടർ മാത്രം പറയാൻ പറ്റില്ല. എനിക്കൊന്നും ഉർവശി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സിനിമയിലും എനിക്കൊന്ന് കൽപ്പന ചേച്ചിയും ഉർവശി ഒരേ പടത്തിലല്ലേ, ഒരു പടത്തിൽ ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഒരുമിച്ച് 8 വയസ്സിലോ എങ്ങാണ്ടൊരു അല്ല സിനിമ വന്ന് അതൊക്കെ മറ്റേ ഒരു ഡാൻസ് സീക്വൻസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഷീലാമ്മയുടെ ഡയറക്ഷനിലൊക്കെ. നിങ്ങൾ മദ്രാസിൽ താമസമൊക്കെ അച്ഛൻ്റെ പരിചയക്കാരാണ് അവിടുത്തെ സിനിമയിലുള്ളവരെല്ലാവരും. ബേബി ആർട്ടിസ്റ്റായിട്ട് ആദ്യം വന്നത് കൽപ്പന ചേച്ചി വരേണ്ട ഒരു സിനിമയിൽ തന്നെ. അതിനേക്കാൾ ഞാനാണ് കുട്ടി. അച്ഛൻ വളർത്തുന്ന മകളായതുകൊണ്ട് അവിടെ ഉടുപ്പിടാതെ കുളിപ്പിക്കുന്ന സീനൊക്കെ ഉണ്ട്, അച്ഛൻ അമ്മയില്ലാത്ത കുഞ്ഞിനെ. അപ്പോൾ കുറച്ചുകൂടെ ഈ കുട്ടിയായിരിക്കും നല്ലതെന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ അഭിനയിച്ചാണ് വന്നത്. അത് 80 റിലീസായ കതിർമണ്ഡപം എന്ന് പറഞ്ഞ സിനിമയാണ്. ഇപ്പോൾ കൽപ്പന ചേച്ചിയിൽ നിന്ന് നമ്മൾ തീർച്ചയായിട്ടും ഒരാളുടെ നല്ല ക്വാളിറ്റി നമ്മൾ പഠിക്കുമല്ലോ. അപ്പോൾ കൽപ്പന ചേച്ചിയിൽ നിന്ന് ജസ്റ്റ് ഒരു ഉൾക്കൊണ്ട് അല്ലെങ്കിൽ പഠിച്ച ഒരു കാര്യം എന്ന് പറയാൻ എന്തായിരിക്കും? ആക്ടിങ് വയസ്സിൽ അല്ലല്ല, കൽപ്പന ചേച്ചിയുടെ ഇൻഫ്ലുവൻസ് ആണ് ഇനി ഏറ്റവും കൂടുതൽ. അത് ഞാൻ കൂടുതൽ എൻ്റെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഇത് എസ്റ്റാബ്ലിഷ് ആയതുകൊണ്ട് അത് എൻ്റെ സ്റ്റൈലായി എന്നല്ലാതെ ഞങ്ങൾ സംസാരിക്കുമ്പോഴും ഞങ്ങളുടെ മാനറിസവും എല്ലാം ഒന്നിച്ചാണ്. ശബ്ദം പോലും എനിക്ക് കുറേ കഴിഞ്ഞപ്പോൾ കുറേ മാറി എന്ന് വേണം പറയാൻ. കൽപ്പന ചേച്ചിയായിരുന്നു റിയൽ ആർട്ടിസ്റ്റ്. അവളുടെ പേരിലാണ് ഞങ്ങളൊക്കെ അറിയപ്പെട്ടിരുന്നത് സ്കൂളിലും ഒക്കെ. ഏത് കലാപരിപാടിയിലും കൽപ്പന ചേച്ചി ഒഴിവാക്കേണ്ട സ്കൂളിലൊന്നുമില്ല. പിന്നെ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ചേച്ചി ആയിരിക്കണം ആദ്യത്തെ മിമിക്രി ആർട്ടിസ്റ്റ്, ഒരു പെൺകുട്ടികളിൽ മിമിക്രി മോണോ ആക്ടിങ് ചെയ്തു വന്നത്. ഭയങ്കര സ്റ്റേജ് പെർഫോമൻസും അനായാസമായിട്ടുള്ള ഒരു സംഭാഷണത്തിനുള്ള അത്രയും അട്രാക്റ്റീവായിട്ട് സംസാരിക്കാൻ ആൾക്കാരെ കയ്യിലെടുക്കാനും പറ്റും. അത് ഇപ്പോഴല്ല കേട്ടോ, സ്കൂളിൽ പഠിക്കുന്ന സമയം പോലെ ആ ചെറുപ്പം മുതലേ തന്നെ അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു ചേച്ചിക്ക്. അപ്പം അങ്ങനെ വേണം പറയാൻ.
ചേച്ചി ലേറ്റായിട്ടാണ് കുറച്ച് നല്ല ക്യാരക്ടേഴ്സ് ചെയ്തതെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇപ്പം രവിചേട്ടാ, ഇപ്പം നേരത്തെ ജയൻ സാറിൻ്റെയൊക്കെ കൂടെ അഭിനയിച്ച ഇപ്പം ആ ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും, കാരണം ആ സമയത്ത് ഹൗ വാസ് ഇറ്റ്, അല്ലെങ്കിൽ എങ്ങനെ ആയിരുന്നു ഇപ്പോൾ ഓർക്കുമ്പോൾ? ഇപ്പോൾ അന്ന് അടി കിട്ടിയൊക്കെ കാര്യം പറഞ്ഞല്ലോ തീർച്ചയായിട്ടും, പക്ഷെ അത് നമ്മൾ ഇപ്പോൾ ഓർക്കുമ്പോൾ അതിന് അന്ന് നമ്മൾ വേദന എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഓർക്കുമ്പോൾ അതിനകത്തൊരു നേരിയ സുഖം തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്തെ ആ ഒരു അവരുടെയൊക്കെ കൂടെയുള്ള ഒരു ആക്ടിങ് എങ്ങനെയായിരുന്നു? കാലത്തിൻ്റെ മാറ്റത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ എങ്ങനെയായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഞാനിപ്പം ജനറലായിട്ട് ആൾക്കാർ കുറവേ ഉള്ളൂ, ആർട്ടിസ്റ്റുകൾ കുറവേ ഉള്ളൂ, കുറച്ച് ആൾക്കാരാണ്. സിനിമകളുണ്ട്, 125 സിനിമ വരെ ആ കാലത്ത് പോയിട്ടുണ്ട്. ആ സിനിമ പോകുന്ന സമയത്ത് ഈ എല്ലാവരും തല്ലും കൊണ്ടാൽ ഞാൻ തന്നെ പോകണം, വേറെ ഇടയ്ക്ക് മാറി തല്ല് കിട്ടാൻ വേറെ ആരും ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഈ തമ്മിലുള്ള ബന്ധങ്ങൾ എനിക്ക് കൂടുതൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിരുന്നു എനിക്ക് തോന്നുന്നു. അതിനകത്ത് കണക്ഷൻസ് ഉണ്ട്. ഞാനിപ്പം എനിക്ക് തോന്നുന്നൊരു ആര് വന്നാലും ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഈ മൂപ്പരൊരു റൂം എടുത്തിട്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്തിനാ ഒരു റൂം, എനിക്ക് ആവശ്യമില്ല. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് അന്നൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവർക്കും ഇപ്പോൾ ഒരു ഡബിൾ റൂമായിരിക്കും മിക്കവാറും. കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും കൂടി ഒരു റൂമിലായിരിക്കും കിടന്നുറങ്ങുക. അപ്പോൾ ആ ഒരു വ്യത്യാസം വല്ലാതെ പലരും നമുക്ക് ഫീൽ ചെയ്യുന്നത്. സ്നേഹം, കൂട്ടായ്മ. അല്ല, ആ സ്റ്റൈലുകൾ മാറിയതുകൊണ്ടാണ് ഓരോരുത്തർ അങ്ങനെ മാറി വരുന്നത്, അങ്ങനെയാണല്ലോ. അല്ലെ ഒരാൾ മനഃപൂർവ്വം ചെയ്യുന്ന സംഗതിയല്ല അതിനകത്ത്. ആ ഒരു ബന്ധം ഇപ്പോൾ പഴയ നാടകത്തിന് എങ്ങനെയായിരുന്നല്ലോ, നാടകം ആ ക്യാമ്പിൽ തന്നെ കിടന്നുറങ്ങുക, എല്ലാവരും കൂടി ഏകദേശം അതിൻ്റെ കുറച്ചും കൂടെ ശുദ്ധീകരിച്ച് വേറെ സ്റ്റൈല്, അല്ലെങ്കിൽ കുറച്ചും കൂടെ മറ്റൊരു സ്റ്റൈല് ഈ സിനിമയിലും ആ കാലത്തുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയില്ല. അതിപ്പം സിനിമയിൽ മാത്രമല്ലല്ലോ, കുടുംബത്തിലുണ്ടോ? കുടുംബത്തിൽ അച്ഛനും മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ടുള്ള ബന്ധം എന്താ? ഞാൻ ഈയിടെ ഒരാൾ മരിച്ചിട്ട് അവിടെ പോണ്ടി വന്നു. എനിക്ക് പോണ്ടി വന്നപ്പം ഈ മരിച്ച സ്ത്രീക്ക് ഒരു 98 എന്തോ വയസ്സായിട്ടുണ്ട്. പേരക്കുട്ടിയുടെ പേരക്കുട്ടി, ഇവർ തമ്മിൽ എന്ത് ബന്ധമുണ്ട്? പക്ഷേ ചടങ്ങ് നടത്തുക, കയ്യിൽ 2 പൂവ് വെച്ചിട്ടുണ്ട്, എവിടെയോ നോക്കി കുട്ടി ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്, കർമ്മം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ബന്ധങ്ങൾക്കൊക്കെ ഒരുപാട്. ഞാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നു 2 വർഷം. ചോറ്റാനിക്കര ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർ വൈകുന്നേരം ആകുമ്പോൾ അവിടെ വന്ന് കിടക്കാൻ പോലും നടക്കില്ല. അതിൽ വലിയ ഒരുപാട് ആൾക്കാർ മക്കൾ നടതള്ളി കൊണ്ടിട്ട് അച്ഛനമ്മമാരാണ് എൻ്റെ അകത്ത്. എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞു. തൊഴാൻ വേണ്ടിയിട്ട് വരിക, ചോറ്റാനിക്കര തൊഴാൻ വേണ്ടി വരിക, എന്നിട്ട് തൊഴുത് കഴിഞ്ഞ് പോകുമ്പോൾ തിങ്ങി പറഞ്ഞ് മുങ്ങിപ്പോവുക. പക്ഷേ കുറച്ച് സ്നേഹമുണ്ട് കേട്ടോ അമ്മമാരോട്. എന്താണെന്ന് കാരണം അറിയോ? അവിടെ ഭക്ഷണം കിട്ടും, അങ്ങനത്തെ സ്ഥലത്താണ് കൊണ്ടുവെക്കണം എന്നുള്ള അത്രയെങ്കിലും സ്നേഹമുണ്ട്. ഓച്ചിറ അമ്പലത്തിൽ ഇപ്പോഴും ഇത് തന്നെയാണല്ലോ. ഓച്ചിറ അമ്പലത്തിൽ കൊണ്ടുവരിക, വിഗ്രഹവും പ്രതിഷ്ഠയൊന്നും അല്ലല്ലോ വിശ്വാസം. അതിൻ്റെ പരിസരത്തൊക്കെ വന്നു കഴിയുമ്പോൾ പെട്ടെന്നങ്ങ് കാണാതാവുക. ബന്ധങ്ങൾക്കൊക്കെ ജനറലായിട്ട് ഈ സിനിമയിലല്ലല്ലോ.